നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും റൈറ്റ് സൈഡിലാണ് ദേ ഈ ഒരു ഇലച്ചെടികൾ നിൽക്കുന്നത്. ഈ ഒരു ഇലച്ചെടിയെ നമുക്ക് ട്രിം ചെയ്ത് ആ ഭാഗം ഒന്ന് മനോഹരമാക്കാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഇതിനെ ഒന്ന് ട്രിം ചെയ്തിട്ട് എല്ലാം ഒരു നിരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഷ്ടികയുടെ ചതുരത്തിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു ഇലച്ചെടി നിൽക്കുന്നത്. മൊത്തത്തിലില്ല, കാരണം ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളം വീഴുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ആ ഒരു ഇലച്ചെടി നടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ട്രിം ചെയ്തതിന് ശേഷം കുറേ ഭാഗത്തൊക്കെ ദേ ഇതേപോലെ ചെടികൾ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് തിക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തു നിന്ന് ചെടികൾ എടുത്തിട്ട് ആ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതേ നമ്മൾ മുറ്റം തൂത്ത് ആ ഒരു ഇഷ്ടികയുടെ ഭാഗത്തോട്ട് നല്ലപോലെ മണ്ണടിച്ച് കയറിയിട്ടുണ്ട്. ഇഷ്ടിക നിരപ്പ് വരെ മണ്ണായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇഷ്ടിക മൊത്തത്തിൽ മണ്ണിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് നീക്കി നിരപ്പാക്കി നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ആ ഒരു ഇഷ്ടിക ഭാഗത്ത് മണ്ണിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് നന്നായിട്ട് മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴയ ബ്രഷിന് നമ്മുടെ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഓട് കളറിലെ പെയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ് എന്നും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഓട് കളറിലെ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ പെയിൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കുട്ടി മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പെയിൻറ്റൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.